ഇപ്പോൾ പനീർസെൽവം സംസാരിക്കുകയാണ് തത്സമയം. தமிழக மக்கள் அனைவரும் எங்களுக்கு இதுவரை நீங்கள் அளித்து வந்த ஆதரவுக்கு நாங்கள் எந்நாளும் நன்றியுடன் எங்களுடைய பணியை புரட்சியின் தலைவி மாண்புமிகு அம்மா அவருடைய பணியை புரட்சியின் தலைவி மாண்புமிகு அம்மாவுடைய ஆட்சியை மீண்டும் தமிழகத்தில் நிறுவும் வரை நம்முடைய தர்ம யுத்தம் தொடரும் தொடரும் தொடரும். அனைத்து மக்களுக்கும், மாணவர்களுக்கும், இளைஞர்களுக்கும், தாய்மார்களுக்கும், சகோதரிகளுக்கும், அனைத்து பொதுமக்களுக்கும் அவருடைய பாதம் தொற்று எங்களுடைய நன்றியை இதுவரை அவர்கள் எங்களுக்கு அளித்து வந்த ஆதரவினை அவருடைய பாதம் தொற்று வணங்கி வேண்டி கேட்டுக்கொண்டு ஒரு குடும்பத்தினுடைய பிடியில் மீண்டும் கட்சியும் ஆட்சியும் போவதை நாம் அனைவரும் ஒன்று கூடி தடுத்து நிறுத்துவோம். மீண்டும் மக்களாட்சியை மக்களின் விருப்பப்படி நிறுவுவோம். அதுவரை இந்த தர்ம யுத்தம் தொடரும் தொடரும் தொடரும். ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നാണ് പനീർശെൽവം പറഞ്ഞത്. എം സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതിനിടയിലാണ് പനീർസെൽവത്തിന്റെ ഈ പ്രതികരണവും. ഒരുപക്ഷെ AIDMKയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന സൂചന കൂടി നൽകിയാണ് പനീർസെൽവം ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും നിരവധി ആളുകളുടെ പിന്തുണയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് സന്തോഷ്? പനീർസെൽവം ക്യാമ്പ് വിമതപക്ഷമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ പനീർസെൽവം വ്യക്തമാക്കിയതും ആ കാര്യം തന്നെയാണ്. ധർമ്മയുദ്ധം തുടരും എന്നുള്ള കാര്യം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പനീർസെൽവം ക്യാമ്പ് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്ന MP-മാർ V. മൈത്രേയന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പരാതിയുമായി പനീർസെൽവം വിഭാഗം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഈ ശശികലയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് പനീർസെൽവം ക്യാമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം തങ്ങളാണ് എന്ന് സ്ഥാപിക്കാനുള്ള തരത്തിലുള്ള ഒരു നീക്കവും പനീർസെൽവം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെ ഉത്തർപ്രദേശിൽ സമാന സാഹചര്യം ഉണ്ടായത് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവ് വിഭാഗവും തമ്മിൽ പാർട്ടിയുടെ ഔദ്യോഗിക സംബന്ധിച്ച തർക്കം തുടരുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ രൂപപ്പെടുകയാണ്. പനീർസെൽവം അത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ പാർട്ടി നേതാക്കന്മാരും അണികളും തങ്ങളുടെ പക്ഷത്താണ് എന്ന് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ ഭരണ പ്രതിസന്ധിക്ക് താൽക്കാലികമായ വിരാമം ഉണ്ടായെങ്കിൽ കൂടിയും രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്നുള്ള സൂചന തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ നൽകുന്നത്. 15 ദിവസമാണ് ഭൂരിപക്ഷം തെളിയിക്കാനായി പളനിസ്വാമിക്ക് ഗവർണർ അനുവദിച്ച സമയം. ഈ 15 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും നാടകീയമായ കാര്യങ്ങളും തമിഴ്നാട്ടിൽ ഉണ്ടാകും. കച്ചവടവും വിനിവേശനവും ഉണ്ടാകും. ഒരു ഭാഗത്ത് പനീർസെൽവം വിഭാഗം ശശികല ക്യാമ്പിൽ നിന്നും MP-മാരെ അടർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെ പരോക്ഷമായി പിന്തുണ നൽകിക്കൊണ്ട് DMK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വിനിവേശം തന്നെയായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക. ഏതായാലും മറ്റൊരു കാര്യം, ഇപ്പോൾ ഗവർണറുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ പളനിസ്വാമി മുഖ്യമന്ത്രിയായി അല്പസമയത്തിന് 4 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് AIDMKയുടെ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ സത്യപ്രതിജ്ഞയിൽ നേരത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പനീർസെൽവവും പാണ്ഡ്യരാജനും ഒഴികെയുള്ള ബാക്കി എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 2 മന്ത്രിസ്ഥാനം ഇപ്പോൾ ഒഴിച്ചിടുകയാണ്. അത് സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചതിന് ശേഷമായിരിക്കും ആ 2 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ AIDMKയുടെ ശശികല ക്യാമ്പ് നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന വിഷയം ചെങ്കോട്ടയ്യനെ പോലെയുള്ളവർ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചിരുന്ന ഇവർക്കെല്ലാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തി. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.